കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഗോപിനാഥ്. പ്രേമം പല പ്രായത്തിൽ പല തരത്തിലാണ്. നട്ടുച്ചയ്ക്ക് ആടിപ്പാടി നടക്കുന്നത് പ്രേമം മൂത്ത് അല്പം കുഴപ്പമുണ്ടാകുമ്പോഴാണ്. അല്ലേ മിസ് ബിന്ദു? ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. ബൈക്ക് വെച്ച് വിഷമിക്കേണ്ട മിസ്റ്റർ ഗോപിനാഥ്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയാണ്. വിവാഹം കഴിഞ്ഞിട്ടും അന്യനായി കഴിയേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മിസ് ബിന്ദു, ഞാൻ ഏൽപ്പിച്ച ജോലികൾ ധാരാളം ബാക്കിയുണ്ട്. പൊയ്ക്കോളൂ. വരൂ. ഞാൻ സ്വർഗത്തിലെ കട്ടറുമ്പായല്ലേ? ശപിക്കരുത്. കമ. എന്റെ മണ്ടയ്ക്കായിട്ട് ഭഗവതി സാറിങ് എത്തി. ഒന്ന് നിൽക്കൂ സാറേ. എന്താടോ? ഞാൻ സാറ് വരുന്നത് നോക്കി കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ഈ ശങ്കരി. എന്തിന്? ഈ ശങ്കരിക്ക് എല്ലാവരും വേണം. സാറും വേണം, കൊച്ചമ്മയും വേണം. അതുകൊണ്ട് പറയുവാ, ഇന്നിവിടെ 2-3 പേര് വന്നിരുന്നു. അവര് കൊച്ചമ്മയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സാറ് ആരാണെന്ന് അറിയണമെന്നോ അതവര് ഏറ്റെന്നോ എന്റെ മണ്ടയ്ക്കായിട്ട് ഭഗവതി എനിക്കൊന്നും അറിഞ്ഞൂടാ. ദേവി അവർക്ക് പണമോ മറ്റോ കൊടുക്കുന്നത് കണ്ടോ? അത് ശങ്കരി കണ്ടില്ല. ഏതായാലും എന്റെ സാറൊന്ന് കരുതി നടക്കണം. അത് പറയാനാ ശങ്കരി കാത്തിരുന്നത്. ശരി, ഏതായാലും ഈ വിവരം എന്നോട് പറഞ്ഞ കാര്യം മറ്റാരും അറിയണ്ട. ഇല്ല സർ. ഈ രാത്രി എന്നെ ഒറ്റയ്ക്കിട്ടിച്ച് പോവാണോ സാറേ? സാറേ, ദേവി നിൽക്കൂ. ഇവർക്ക് എന്തെങ്കിലും കൊടുത്തുവിടൂ. ദേവി ഏർപ്പാട് ചെയ്ത ആൾക്കാരല്ലേ, വെറും കൈയോടെ പോകുന്ന കഷ്ടമല്ലേ? ഇനിയും വല്ല പ്ലാനും ഉണ്ടോ? എന്താ സർ? ഒന്നുമില്ല. ബിന്ദു പോയി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. കഴിഞ്ഞത്ര സമയം വീട്ടിന് പുറത്ത് കഴിച്ചു കൂട്ടാൻ ശ്രമിക്കാണ് ഞാൻ. അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ കൊല്ലപ്പെടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്നലെ ഇവിടെ ചെറിയൊരു അടി നടന്നു അല്ലേ? ആരാണ് ആ റൗഡികളെ മുറിച്ചോട്ട് കയറ്റിയിരിക്കുന്നത് എനിക്കറിയാം. ഏതായാലും അത് വേണ്ടായിരുന്നു. നിങ്ങൾക്കത് പറയാം. പക്ഷേ ഇവിടെ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയാവൂ. എന്റെ എല്ലാ ശ്രമങ്ങളും അയാൾ പരാജയപ്പെടുത്തുന്നു. വാസ്തവത്തിൽ എനിക്ക് പോലും ഇപ്പൊ സംശയം തോന്നുന്നു. എന്ത്? മിസ്റ്റർ രാജൻ ദേവിയുടെ ഭർത്താവ് തന്നെ അല്ലേ? ഗോപി, ദയവ് ചെയ്ത് നിങ്ങളൊരു ഉപകാരം ചെയ്യൂ. എന്നെ ഒന്ന് കൊന്നു തരൂ. നീതിയും ന്യായവും പ്രസംഗിച്ച് നടക്കാനേ നിങ്ങൾക്ക് കഴിയൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വീട്ടിൽ
ഒരു പറ്റം കൊള്ളക്കാർ വന്നു കയറിയിട്ടും നിങ്ങളുടെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു മിസ്റ്റർ ഗോപി, താങ്ക് യു. ബിന്ദുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ നീയൊന്നും പറയില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല ഗോപേട്ട. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. അവർ തമ്മിൽ എന്നും വഴക്കാണ്. ഇതിനിടയിൽ ഒരു കാവൽക്കാരിയുടെ ജോലി മാത്രമാണ് എനിക്കുള്ളത്. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു, നീ അടക്കം എല്ലാവരും. ഗോപേട്ട, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഗോപേട്ടൻ ഈ കാര്യത്തിൽ കാണിക്കുന്ന എന്തുകൊണ്ടാണ്? ദേവിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വെച്ചോളൂ. പക്ഷേ ആ സ്നേഹത്തിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. സർ, കോഫി. ദേവിയാണോ ഗിറ്റാർ വായിക്കുന്നത്? അതെ, ഞാൻ ഇന്നലെയും കേട്ടു. നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ, എന്റെ ദേവി. ഇത്ര നന്നായി ഗിറ്റാർ വായിക്കാൻ നീ എന്ന് പഠിച്ചു? പുറമേക്ക് പരിശ്രമമാണെങ്കിലും നിന്റെ മനസ്സ് എത്ര ലോലമാണ്. നിങ്ങൾ കേൾക്കാനല്ല ഞാൻ ഗിറ്റാർ വായിച്ചത്. എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നിർത്തണ്ട, വായിച്ചോളൂ, ഞാൻ പോയി തരാം. അവിടുന്ന് ആരും കാണാതെ ഓടിപ്പോരാൻ ഞാൻ എന്ത് പാടുപെട്ടുവെന്നോ? എവിടെ തിരിഞ്ഞാലും ആളുകളാണ്. അവർക്കും മിസ്റ്റർ രാജനെ പറ്റിയുള്ള അറിവ് നീ പറയുന്ന പോലെ ഉള്ളൂ. എനിക്ക് ആ മനുഷ്യനൊരു അത്ഭുതമാണ്. ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും വരട്ടെ, നമുക്ക് കാണാവുന്ന ഭാവമാണ് അദ്ദേഹത്തിന്. എന്നെ പറ്റി അയാൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? എന്താ, പോലീസ് ഉദ്യോഗം ആരംഭിച്ചോ? ഞാൻ വിശ്വസ്തയായ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്റെ ബോസിനെ കുറിച്ച് ആരോടും ഒന്നും പറയാറില്ല. അല്ല, ഇതുപോലൊരു സെക്രട്ടറിയെ എനിക്കും കിട്ടുമോന്ന് ആശിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹത്തോട് ചോദിച്ചോളൂ എന്നെ തന്നെ സെക്രട്ടറിയായി തരാൻ. ആ, ചോദിക്കണം. പക്ഷെ സെക്രട്ടറി ആയിട്ടല്ല, പിന്നെ ഭാര്യയായിട്ട് കിട്ടുമോന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അയ്യോ, കരയാനുള്ള ഭാവം വന്നെങ്കിൽ വേണ്ട. ഇപ്പൊ തന്നെ ദാ കടല് നിറയെ വെള്ളമുണ്ട്. ഇനി ബിന്ദുവിന്റെ കണ്ണീരൂടെ വീണിട്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകണ്ട. ഗോപി, നിന്നെപ്പറ്റി പല പരാതികളും ഞാൻ കേൾക്കുന്നുണ്ട്. നീ മിസ്സിസ് ദേവിയുടെ വീട്ടിൽ പോകുന്നത് അവരുടെ ഭർത്താവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാനാണെന്നും അവർ നിന്നെ മനഃപൂർവ്വം ചാക്കിടുകയാണെന്നും ഒക്കെ. ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, ഞാൻ കേട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പോലീസ് ഓഫീസറായി നിന്നോട് അതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ അയാൾ ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അയാളുടെ സെക്രട്ടറിയുമായി അടുത്താൽ പറയൂ. ഒരുപക്ഷെ അവളെ കൊണ്ട് അയാൾ സ്നേഹം അഭിനയിപ്പിക്കുകയല്ല എന്ന് ആര് കണ്ടു? ഏയ്, അതൊന്നും അല്ല. ആ പെണ്ണൊരു പാവ. അവർക്ക് അയാളെ പറ്റി കാര്യമായിട്ട് ഒന്നും അറിഞ്ഞൂടാ. ആ, ഏതായാലും ആലോചിച്ചൊക്കെ ചെയ്യാവൂ.
എന്താ ദേവി, നീ എന്തിനാ കരയുന്നത്? ഞാൻ ഇതുവരെ കണ്ട പോലെയല്ലല്ലോ. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ദയവ് ചെയ്തിന് ഉപദ്രവിക്കാതെ പോകൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് അല്പം സ്വസ്ഥത തരൂ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമോ? ആത്മാർത്ഥമായി പറയും. ഞാനിവിടെ വരുന്നത് വരെ നീ സ്വസ്ഥമായിട്ടാണോ ജീവിച്ചത്? നിങ്ങൾ പോയാൽ എനിക്ക് പേടിക്കാതെ എങ്ങനെ ജീവിക്കാം? എന്നെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയുടെ സ്നേഹം. നിങ്ങളൊരു കള്ളനാണ്. ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരുണ്ട്. എന്റെ ദേവിയും അതിലൊന്നാകണം. ഈശ്വരനെ പിടിച്ച് ആണയിട്ട് ഞാൻ പറയുന്നു, നിങ്ങളെന്റെ ഭർത്താവല്ല. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ശക്തികളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നീ എന്റെ ഭാര്യയാണ്. എനിക്കറിയേണ്ടത് നിന്റെ ഈ മനസ്സുമാറ്റത്തിന്റെ കാരണമാണ്. നീ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നു, അവരുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്കിൽ എന്തിനു പറയാൻ പഠിക്കുന്നു? എന്നെ നീ ഇവിടുന്ന് ആട്ടി ഓടിച്ചു എന്ന് ആരും പറയരുത്. വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാം. പക്ഷെ അതിനു മുൻപ് നീ സത്യം പറയണം. എന്നെ ഭർത്താവായി അംഗീകരിക്കാത്തതിന്റെ കാരണം എനിക്കറിയണം. കരഞ്ഞോളൂ. ഹൃദയം തുറന്ന് കരഞ്ഞാൽ ചിലർക്ക് ആശ്വാസം കിട്ടും.